മഴത്തോരും മുൻപേ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എൽസമ്മയുടെ ശുശ്രൂഷ ചുമതലകളെല്ലാം അലീന ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ റീത്താമ്മ തന്റെ ആങ്ങളമാരെ മുഴുവൻ ആ വീട്ടിലേക്ക് വിളിച്ചുകൂട്ടി. റൗഡികളെല്ലാം വന്നു ചേർന്ന സമയത്ത് അലീന അവിടെ ഉണ്ടായിരുന്നില്ല. ജോജോയെ കൂട്ടിക്കൊണ്ട് അവൾ ആശുപത്രിയിൽ പോവുകയും മരുന്നിനു വേണ്ടി ഓടി നടക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. തിരികെ വന്നപ്പോഴേക്കും എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് അലീനയെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തയ്യാറായി. പ്രത്യേകിച്ച് ടാനിയയെ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള കളിയാണ്. ടാനിയ അലീനയുടെ മുഖത്ത് നോക്കി വെട്ടി തുറന്നടിച്ചു കളഞ്ഞു. ഞങ്ങളുടെ മമ്മിയെ നോക്കാനാണെന്നും പറഞ്ഞ് ആരും ഇവിടെ വന്ന് നിൽക്കണ്ട. ഇതുവരെ ഇല്ലാത്ത ഒരു സഹായവും ബന്ധവും ഞങ്ങൾക്കിനി ആരുടെ കയ്യിലൊന്നും വേണ്ട. മമ്മിയുടെ കാര്യം റീത്താമ്മ ആൻറ്റി ഞങ്ങളുടെ അങ്കിളുമാരും കൂടി നോക്കിക്കൊള്ളും. പക്ഷേ അലീന പിന്മാറുവാൻ തയ്യാറല്ല. അലീന പറയുകയാണ്, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തള്ളാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ ഭേദം ഈ മുറ്റത്തൊരു ശവക്കുഴി തോണ്ടി അതിനകത്തിട്ട് ജീവനോടെ കുഴിച്ചു മൂടുന്നതാണ്. ഉടനെ സാമുവല്, വൃദ്ധസദനത്തിലല്ല, ചിലപ്പോൾ ഓർഫനേജിലായിരിക്കും, നിനക്കെന്താ നഷ്ടം? അലീന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, അങ്കിളെ, ഓർഫൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? ഞാനൊരു ഓർഫനേജിൽ 23 വർഷം ജീവിച്ചവളാ. എനിക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെന്നോ സംരക്ഷിക്കുവാൻ ആരുമില്ലാത്തവരെന്നോ അല്ല, ബന്ധുക്കളായ ആരുമില്ലാത്തവർ. എൽസമ്മയാൻറ്റിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ട്, ആങ്ങളമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ മക്കളുമുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ടുചെന്ന് തള്ളാനുള്ള സ്ഥലമല്ല ഓർഫനേജുകൾ. ഉടനെ ഏലിയാസ് പറയുകയാണ്, നീ കൂടുതൽ വാചമടിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിലെ ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ വീണ്ടും ടാനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അലീന ചോദിക്കുകയാണ്, മോളെ, നിങ്ങൾ പറ, മമ്മി ഇങ്ങനെ കിടന്ന് മരിച്ചു പോട്ടെ എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? മരിച്ചു പോകണമെന്നൊന്നും ഇവിടെ ആരും ആഗ്രഹിച്ചിട്ടില്ല. മമ്മിയുടെ കാര്യത്തിൽ ചെയ്യാനുള്ളതൊക്കെ റീത്താമ്മ ആൻറ്റി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതും റീത്താമ്മ ആൻറ്റി തന്നെ ചെയ്തോളും. ജോജോ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. ഞാനിവിടെ താമസിച്ച് നിന്റെ മമ്മിയെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എനിക്കറിയില്ല. എന്നോടാരും ഒന്നും ചോദിക്കുകയും വേണ്ട. നിനക്കെന്താ അറിയാത്തേ? നീ അറിയണമല്ലോ. 10-15 വയസ്സായില്ലേ നിനക്ക്? ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നില്ലേ എൻ്റെ കൂടെ? അവനൊന്നും മിണ്ടാതെ വരിവരിയായി പോകുന്ന ഉറുമ്പുകളുടെ മേൽ ചൂണ്ടുവിരൽ അമർത്തി ഞെരടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഏലിയാസ് പറയുകയാണ്, അവന് പറയാനുള്ള അഭിപ്രായം അവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അലീന ടെൽസയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ടെൽസ, ഞാനിവിടെ താമസിച്ച് നിന്റെ മമ്മിയെ നോക്കണോ, അതോ ഇവരെല്ലാം പറയുന്നത് പോലെ മമ്മിയെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളയണോ? യോ, ചേച്ചി ഇവിടെ താമസിച്ചോ, എനിക്കത് ഇഷ്ടമാ, ടെൽസ സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടപാടെ അച്ഛൻ കുഞ്ഞ് പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, കൊള്ളാം, അത് തീരുമാനിക്കാൻ പറ്റിയ പ്രായവും പക്വതയുമുള്ള പെണ്ണ്. ഉടനെ അലീന തിരിച്ചടിക്കുകയാണ്, പ്രായവും പക്വതയും കുറവാണെങ്കിലേ നിങ്ങളുടെ അത്രയും കാപട്ടിയില്ല അവളുടെ മനസ്സിൽ. ഒരു കാര്യം നിങ്ങളെല്ലാവരും മറന്നു. ആ കിടക്കുന്ന മിണ്ടാപ്രാണിക്ക് കയ്യും കാലും അനക്കാൻ വയ്യുന്നേ ഉള്ളൂ. ചെവി കേൾക്കാം, ബുദ്ധിക്കും കേടൊന്നുമില്ല. സംസാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ സമ്മതിക്കുമോ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാൻ? അപ്പോൾ റീത്താമ്മ, നീ അവളെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും അവൾക്ക് തൃപ്തി അത് തന്നെയാ. അതെനിക്ക് തീർച്ചയുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ അവളെ തള്ളിക്കളയാനല്ല കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അത്രയും കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് കോപം ഇരച്ചങ്ങ് കയറി. അവൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തന്വേഷിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? അനുജത്തി ചത്തോന്ന് അല്ലേ? ഇവിടെ നിങ്ങളുടെ മൂക്കിന് കീഴെ കിടക്കുമ്പോൾ കൊടുക്കാത്ത കെയറിങ്ങാണ് ഇനി വല്ലയിടത്തും കൊണ്ടുപോയിട്ട് കൂടെ ചെന്ന് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ മുതൽ നേരാൻ വണ്ണം നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ അവരിപ്പോൾ എഴുന്നേറ്റ് നടന്നേനെ. പെട്ടെന്ന് അച്ഛൻ കുഞ്ഞ് അലീനയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിർത്തടി, വീട്ടിൽ കയറി വന്ന് തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചതിന്റെ ചെകിട് ഞാൻ പൊളിക്കും. അപ്പോഴേക്കും റീത്താമ്മ ഇടപെട്ടു, വേണ്ടിച്ചായ, അവള് വിവരമില്ലാതെ വല്ലതും പറയുന്നതിന് നമ്മളെന്തിനാ? അല്ലടി, അവള് പറഞ്ഞത് കേട്ടില്ലേ, എൽസമ്മയ്ക്ക് ഇങ്ങനെ വന്നത് നമ്മുടെ കുറ്റം കൊണ്ടാണോ? എന്നിട്ട് നമ്മൾ ഏതാണ്ട് ചെയ്തതുപോലെ നാളെ രാവിലെ തന്നെ വണ്ടി വിളിച്ചോണ്ട് വന്ന് അവളെ കയറ്റിക്കൊണ്ട് പോകണം. ആരാ തടയാൻ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഉടനെ അലീന റീത്താമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എൽസമ്മ ആൻറ്റി ഇനി എവിടെയെങ്കിലും കിടന്ന് മരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. അവരുടെ പേരിലുള്ള ചിട്ടിയും ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും എല്ലാം സ്വന്തം പേരിലേക്ക് കിട്ടത്തക്കവണ്ണമാണല്ലോ നോമിനിയെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മക്കൾ പ്രായമെത്തുമ്പോൾ നിങ്ങളോട് ചോദിക്കും, അത് മറക്കണ്ട. റീത്താമ്മ ഓർക്കാപ്പുറത്തൊരടി കിട്ടിയതുപോലെ നിന്നുപോയി. അലീന പറഞ്ഞത് നിഷേധിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് അലീന ഇത്ര കൂടി പറഞ്ഞു, എന്തായാലും എൽസമ്മ ആൻറ്റി ഇവിടുന്ന് കൊണ്ടുപോയാലും ഇല്ലെങ്കിലും ഞാനിവിടെ കുറച്ചു ദിവസം താമസിക്കാൻ തന്നെ തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. അപ്പനും അമ്മയും നോക്കാനില്ലാത്ത ഈ കുട്ടികൾക്ക് ഒരു കൂട്ടു വേണമല്ലോ. അപ്പോൾ ഏലിയാസിന്റെ ഭീഷണി വീണ്ടും എത്തി. ഇന്നൊരു ദിവസം വേണമെങ്കിൽ നീ ഇവിടെ കിടന്നു, നാളെ നിനക്ക് ഇവിടെ താമസിക്കേണ്ടി വരില്ല. അലീന പിന്തിരിഞ്ഞതോടെ റീത്താമ്മയും ആങ്ങളമാരും അവിടുന്ന് ഇറങ്ങിപ്പോയി. അവർ റീത്താമ്മയുടെ വീട്ടിൽ സമ്മേളിച്ചു. ബൈജു വാട്ടർ ബെഡുമായി എത്തിയപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു. അവന്റെ സഹായത്തോടുകൂടി അലീന പിൻമുറ്റത്ത് കഴുകിയിട്ടിരുന്ന കട്ടിൽ പിടിച്ച് എൽസമ്മയുടെ മുറിയിലിട്ടു. വാട്ടർ ബെഡിൽ വെള്ളം നിറച്ച് കട്ടിൽ വിരിച്ചു. എൽസമ്മയെടുത്ത് അതിനു മീതെ കിടത്തുകയും ചെയ്തു.
കുളത്തുപുഴയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ബൈജു ബാക്കി രൂപ അലീനയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, പുനലൂരിലില്ലായിരുന്നു വാട്ടർ ബെഡ്, ഞാനങ്ങ് കൊട്ടാരക്കര ചെന്നാ മേടിച്ചത്. ബില്ലും കൂടി അലീനയുടെ കയ്യിലേക്ക് അവൻ കൊടുത്തു. അലീന ഒരു 100 രൂപ അവൻ്റെ നേർക്ക് നീട്ടി. പക്ഷെ ബൈജു അത് വാങ്ങാൻ വിസമ്മതിച്ചു. ഇത് വെച്ചോ ബൈജു, ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചില്ലേ, അതിനല്ലേ മുതലാളി എനിക്ക് ശമ്പളം തരുന്നത്. പപ്പ ഇടയ്ക്കിടയ്ക്ക് ടിപ്പൊക്കെ തരാറില്ലേ, അതുപോലെ അങ്ങ് കരുതിയാൽ മതിയെന്നേ. ഏയ് അത് വേണ്ട, അതുപോലെ അല്ലിത്, എനിക്കിത് വാങ്ങാൻ പറ്റത്തില്ല. പപ്പയുടെ പൈസ തന്നെയാണിത്, എനിക്ക് വേണ്ട. ചേച്ചി എന്നോട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാ ഞാനത് ചെയ്തു തരുന്നത്. എന്നെയും ഒരു കൂടപ്പിറപ്പിനെ പോലെ കാണുന്നത് കൊണ്ടാ ആ സന്തോഷം, അതില്ലാതാക്കണ്ട. ബൈജു കാറിന്റെ താക്കോൽ അവളെ ഏൽപ്പിച്ചിട്ട് ഗേറ്റിന് നേർക്ക് നടന്നു. അലീനയും പിന്നാലെ ചെന്നു. ഗേറ്റ് കടന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറയുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, 1/2 മണിക്കൂർ കൊണ്ട് ഞാനിങ്ങെത്തും. ബൈജു തിരിഞ്ഞു നടക്കുമ്പോൾ അലീന നിർനിമേഷയായി അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ മനസ്സ് മന്ത്രിക്കുകയാണ്. പപ്പയെ പറ്റിച്ച് പൈസ വെട്ടിച്ച് മദ്യപാനവും ചീട്ടുകളിയും ഒക്കെയായിട്ട് നടന്ന ചെക്കനാണ്. ഒരല്പം പരിഗണനയും സ്നേഹവും മാത്രമേ അവന് വേണ്ടിയിരുന്നുള്ളൂ. അലീന തിരികെ എൽസമ്മയുടെ മുറിയിലേക്കെത്തി. മുറി ശുചിത്വമുള്ളതായിരുന്നു. അവൾ 2 ചന്ദനത്തിരി കൂടി കത്തിച്ചതോടെ വായുവിൽ പരിമളം കലർന്നു. തുടർന്ന് അലീന ടോജോയെ കൊണ്ട് ടൈഗർ ബാമിന്റെ ചെറിയ ബോട്ടിൽ തപ്പിയെടുപ്പിച്ചു. അതുമായി എൽസമ്മയുടെ കിടക്കയ്ക്ക് സമീപം ഒരു കസേരയിട്ടിരുന്നു. എൽസമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആശ്വാസത്തോടെയാണ് കിടപ്പെന്ന് മനസ്സിലായി. വാട്ടർ ബെഡിന്റെ നേരിയ തണുപ്പ് പഴുത്ത് വ്രണങ്ങൾ പൊട്ടിയ പുറത്തിന് അല്പം സുഖം പകരുന്നുണ്ടാവാം. അലീന ടൈഗർ ബാം വിരൽ തോണ്ടിയെടുത്ത് എൽസമ്മയുടെ നെറ്റിയിൽ പുരട്ടി സാവധാനം തടകിക്കൊടുത്തു. എൽസമ്മ അവളുടെ നേർക്ക് നോക്കുന്നുണ്ടായിരുന്നു, നിർജ്ജീവമായ നോട്ടം. അപ്പോൾ അലീന പറയുകയാണ്, പേടിക്കണ്ട, കൊണ്ടുപോകാൻ ആര് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. അത് റീത്താമ്മ ആൻറ്റി ആയാലും ഇനി മരണമായാലും. രാത്രിയിൽ അലീന പപ്പയെ ഫോണിൽ വിളിച്ച് പുതിയ സംഭവ വികാസങ്ങളെല്ലാം ധരിപ്പിച്ചു. എല്ലാം കേട്ടിട്ടും പപ്പ മിണ്ടാതിരിക്കുന്നത് അവളെ ശുണ്ടി പിടിപ്പിച്ചു. അവൾ ചോദിക്കുകയാണ്, ഒന്നും പറയാനില്ലേ പപ്പയ്ക്ക് ഇത്രയും കേട്ടിട്ട്? അലീന, ഞാൻ ഇനിയും അവരോട് ഗുസ്തി പിടിക്കാൻ വരണമെന്നാണോ നീ പറയുന്നത്? വേണ്ട പപ്പ, ഞാൻ അവരോട് ഗുസ്തി പിടിച്ചോളാം. പപ്പ എന്നെ ആശുപത്രിയിലോട്ട് എടുക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അലീന, അവിടുന്ന് അവളെ കൊണ്ടുപോകുന്നതാണ് എൽസമ്മയ്ക്ക് താല്പര്യമെങ്കിൽ കൊണ്ടുപോട്ടെ. ഓരോരുത്തർക്ക് ഓരോ തലവരയുണ്ട്, അത് തിരുത്താനൊന്നും ആർക്കും പറ്റില്ല. അപ്പോൾ അലീന, എനിക്കും കാണും അതുപോലൊരു തലയിലെടുത്ത്. അഞ്ചലിൽ വന്ന് കുറെ മുട്ടാളന്മാരുമായി അടിപിടി ഉണ്ടാക്കി വീരസ്വർഗം പ്രാപിക്കാമെന്ന്. പപ്പയുടെ ഇഷ്ടം പോലെ ചെയ്തു. ഛേ, നിനക്കെന്താ ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ മര്യാദയ്ക്ക് കിടന്ന നീ അവിടെ ചെന്ന് വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പൊ എനിക്കാണോ കുറ്റം? പപ്പ, വേണ്ടാത്ത വയ്യാവേലിയാണോ പപ്പയുടെ ഭാര്യയും മക്കളും? എന്നാ പിന്നെ എന്നെ കൂടി ആ കൂട്ടത്തിലങ്ങ് പെടുത്തരുതോ? അലീന, അവളുടെ ചേച്ചിയും ആങ്ങളമാരും പറയുന്നത് പോലെയായിരുന്നു അവൾ ഇത്രയും കാലം ജീവിച്ചത്. അത് പപ്പ വിട്ടുകൊടുത്തിട്ടല്ലേ? അലീന, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇന്നലെ വന്ന നിനക്ക് എന്തറിയാമെന്നാ? പപ്പ, എനിക്കിപ്പോൾ ഇത്ര മാത്രമേ അറിയൂ. എൽസമ്മ ആൻറ്റിയെ അവരിവിടുന്ന് മറ്റെവിടെ കൊണ്ടുപോയാലും 1-2 മാസത്തിനുള്ളിൽ സംഗതി കഴിഞ്ഞു കിട്ടും. റീത്താമ്മ ആൻറ്റി ഇതുവരെ ചെയ്തതുപോലെ കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റുകയും ചെയ്യും. ഈ കുട്ടികൾക്ക് ആരുമില്ലാണ്ടാവും. റീത്താമ്മ ആൻറ്റി അവരെ വെച്ചുകൊണ്ട് പിന്നെയും പപ്പയെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. കിട്ടാൻ അർഹതയുള്ള സ്നേഹമോ വിദ്യാഭ്യാസമോ സുരക്ഷിതത്വമോ സ്വത്തോ ഒന്നും കിട്ടാതെ ഈ കുട്ടികളുടെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നാളെ രാവിലെ ഒരു തോക്കുമായിട്ട് അങ്ങോട്ട് വന്ന് അവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തണോ? പപ്പ ഒന്നും ചെയ്യണ്ട, കുറച്ച് കള്ളും കൂടെ കുടിച്ച് കയ്യും കെട്ടി അവിടെ എങ്ങാണോ ഇരുന്നു, ഞാൻ ഫോൺ വെക്കുക, ഗുഡ് നൈറ്റ്. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഫോൺ വെച്ചില്ല. മറുവശത്ത് നിന്ന് ശബ്ദമൊന്നുമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു, നീ ഫോൺ വെച്ചില്ലേടി? വെച്ചു. പിന്നെ നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അത് പപ്പ ഫോൺ വെക്കാഞ്ഞിട്ടാ. ആ, എന്നാൽ ഞാനും വെച്ചു. കുറേ സമയത്തേക്ക് മൗനം വീണ്ടും നീണ്ടു. ഒടുവിൽ അലീന വിളിച്ചു, പപ്പായേ. ആഹാ, ഇത് കട്ടായില്ലായിരുന്നോ? ഇത് എന്തൊരു ഫോണാണ്? കുന്തം. പപ്പ നാളെ ഇങ്ങോട്ട് വരുവോ? വരണോ ഞാൻ? പിന്നെ വരണ്ടേ? ശരി, നോക്കാം. ഓ, ഇപ്പം ഞാൻ അവിടെ കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ല, പപ്പയുടെ ഭാഗ്യം. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു പപ്പ. അവൾ ഫോൺ കോൾ കട്ടാക്കിയിട്ട് എൽസമ്മയുടെ മുഖത്തേക്ക് നോക്കി ആശ്വാസത്തോടെ ചിരിച്ചു. എന്നിട്ട് പറയുക, ഒന്നും പേടിക്കണ്ട, പപ്പ നാളെ വരും. എൽസമ്മയ്ക്ക് അത് സ്വീകാര്യമാണോ അല്ലയോ എന്നൊന്നും അവളെ അലട്ടുന്നുണ്ടായിരുന്നില്ല. വ്യക്തമായ ലക്ഷ്യബോധത്തോടും ആത്മാർപ്പണത്തോടും കൂടി എന്തു ചെയ്താലും അലൗകികമായൊരു ശക്തിവിശേഷം ആ കർമ്മത്തെ പിന്തുണച്ച് ലക്ഷ്യത്തിലെത്തിക്കുമെന്നായിരുന്നു അവളുടെ വിശ്വാസവും അനുഭവവും. ബബിതയെ കൂടി വിളിച്ച് സംസാരിച്ചിട്ടാണ് അലീന ഉറങ്ങാൻ കിടന്നത്. എൽസമ്മയുടെ കട്ടിലിനരികെ ഒരു പഴയ സോഫാക്കം ബെഡ് ടെൽസയുടെ സഹായത്തോടെ കൊണ്ടുവന്നിട്ടു. അത് പഴയതായിരുന്നു. നിവർത്തിയിട്ടപ്പോൾ അതൊരു താൽക്കാലിക കിടക്കയായി. അതിന്മേൽ ഒരു ഷീറ്റ് വിരിച്ചു. 2 മണിക്കൂർ ഇടവിട്ട് ഉണരേണ്ടതായിരുന്നതിനാൽ ഗാഢമായൊരു ഉറക്കം അവൾ ആഗ്രഹിച്ചിരുന്നില്ല. രാത്രി 1 മണിക്ക് വീണ്ടും ഉണർന്ന് എൽസമ്മയെ ഒന്നുകൂടി തിരിച്ചു കിടത്തിയ ശേഷം വീണ്ടും അവൾ കിടന്നു.
മയക്കത്തിൽ കൺപോളകൾ അടഞ്ഞു വരുമ്പോഴേക്കും അലീനയുടെ സെൽഫോൺ ശബ്ദിച്ചു. അലീന ഞെട്ടിയുണർന്ന് ഫോൺ എടുത്ത് നോക്കി. ബബിതയാണ്. എന്താ മോളൂ? അലീന ആശങ്കയോടെയാണ് അത് ചോദിച്ചത്. അപ്പോൾ ബബിത, ചേച്ചി ഉറങ്ങിയായിരുന്നോ? ഏയ്, ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. നീ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരണില്ല. അവളുടെ ശബ്ദം കേട്ടപ്പോൾ അതിലൊരു നൈരാശ്യവും പേടിയുമുണ്ടെന്ന് അലീന തിരിച്ചറിഞ്ഞു. എന്തുപറ്റി? എനിക്ക് പേടിയാവുക. അയ്യേ, എന്തിനാ പേടിക്കുന്നേ? പപ്പയില്ലേ അവിടെ? പിന്നെ ഔതക്കുട്ടിച്ചാനില്ലേ? എല്ലാവരും ഉറങ്ങി. എനിക്ക് മാത്രം ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്ക കരയണം തോന്നുക ചേച്ചി. ഞാൻ ഒറ്റയായി പോയതുപോലെ. അവളുടെ സ്വരത്തിലൊരു വിറയലുണ്ട്. നീ ഒറ്റയ്ക്കാണോടി? ഞാനില്ലേ നിന്റെ കൂടെ? ഞാനിനി ഒരു ഭാരമല്ലേ ചേച്ചി? എന്നെ ഇനി ആർക്കെങ്കിലും വേണോ? ഞാനില്ലാണ്ടായാലും ഒരു കുറവും വരില്ലല്ലോ ഒരിടത്തും. ഛേ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നീ ഇല്ലെങ്കിൽ എനിക്കൊരു അനുജത്തി കുറഞ്ഞു പോവല്ലേ? അവളുടെ സ്നേഹം എനിക്ക് കിട്ടാതെ പോവില്ലേ? അവളുടെ കളിയും ചിരിയും ഒന്നും എനിക്ക് കാണാൻ പറ്റാതാവൂലേ? എന്നാലും ഞാനങ്ങ് മരിച്ചു പോകുന്നതായിരുന്നു നല്ലത്, അല്ലേ? ആണോ? നീ തന്നെയല്ലേ പറഞ്ഞത് മരിച്ചു പോയിരുന്നെങ്കിൽ നമുക്കിതുപോലെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാനോ സ്നേഹിക്കാനോ പറ്റാതെ പോകുമായിരുന്നെന്ന്? അത് ശരിയാ. എന്നാലും എല്ലാവരും ഓരോരോ വഴിക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ മാത്രം എങ്ങോട്ട് പോകണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമല്ലേ? അതിനല്ലേ നിന്റെ കൂടെ ഞാനുള്ളത്. ചേച്ചിക്ക് ഞാനൊരു ഭാരമായിട്ട് വരും. എന്നെ വേണ്ടെന്ന് തോന്നും ചേച്ചിക്ക്. എന്നാ ആര് പറഞ്ഞു? ഞാനിപ്പോഴേ നിന്നെ കൂടി ചേർത്താണ് ഓരോരോ പദ്ധതികൾ കണക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. നീ ഇല്ലെങ്കിൽ അതൊന്നും എനിക്കിനി ചെയ്യാൻ പറ്റില്ല. ചേച്ചി ചുമ്മാ പറയുക. അല്ല മോളെ, സത്യമായി പറയുന്നത്. എന്നാലും ആദ്യമൊക്കെ ചേച്ചിക്ക് എന്നോടല്ലായിരുന്നല്ലോ സ്നേഹം. കൃഷ്ണമോളോടല്ലായിരുന്നോ? പിന്നെ രോഹിയേട്ടനോടും. എന്നോട് ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാ. പക്ഷെ ഇപ്പം ആരോടാ എനിക്ക് കൂടുതൽ സ്നേഹം? അതെന്നോടാണ്. ആണല്ലോ? ആണ്. എന്നാ കണ്ണടക്കി. കണ്ണടച്ചു. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാട്ടോ. ബബിത ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഒന്ന് മൂളി. അലീന മെല്ലെ പറയുകയാണ്, ഒരു മയക്കം എൻ്റെ കൈവിരലിൻ്റെ തുമ്പിലൂടെ ഇറങ്ങി നിന്റെ കയ്യിൽ വന്ന് പതുക്കെ പിടിച്ചു കയറുന്നു. അത് അരിച്ചരിച്ച് കൈത്തണ്ടയിൽ കൂടി കൺപോളകളിലേക്ക് വന്ന് കയറുന്നു. എന്നിട്ടൊരു പാട്ടുപാടി. ആ പാട്ട് ഭൂമിയിൽ ആരും അവകാശികളില്ലാതെ ഒരു തൊട്ടിലിൽ കിടന്നൊരു കുഞ്ഞ് കരയണത് കേട്ട് സ്വർഗത്തിലിരുന്ന് മാലാഖമാർ പാടിക്കൊടുക്കുന്ന താരാട്ടായിരുന്നു. പാട്ടുപാടി തീർന്ന ശേഷം അലീന വിളിച്ചു, മോളു. മറുപടിയില്ല. വിളി ഒന്നുകൂടി ആവർത്തിച്ചു. അവൾ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് മനസ്സിലായി. അലീന ആ കോൾ കട്ട് ചെയ്തു. പകൽവേളകളിലെല്ലാം മറന്ന് ഒരു ഓണത്തുമ്പിയെപ്പോലെ പാറി നടക്കുന്നുണ്ടെങ്കിലും ഒറ്റപ്പെടുമ്പോഴെല്ലാം കഴിഞ്ഞുപോയ ഭീകരാനുഭവങ്ങൾ അവളുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, അവൾക്ക് സമാധാനം കൊടുക്കണേ. രാവിലെ 7 മണിക്കൊരു ആംബുലൻസ് ആ വീടിൻ്റെ വാതിക്കലെത്തി. റീത്താമ്മയും ആങ്ങളമാരും അവളുടെ മക്കളും അലീനെ അതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ബന്ധുക്കളും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അലീന അതൊന്നും ഗൗനിക്കാനേ പോയില്ല. അവൾ രാവിലെ എൽസമ്മയുടെ ദേഹം തുടച്ചു, വസ്ത്രം മാറ്റി, ബെഡ് ക്ലീൻ ചെയ്തു. എൽസമ്മയ്ക്ക് കുടിക്കാൻ ചൂടുള്ള ചായയും കൊടുത്ത് കിടത്തിയിരുന്നു. 7:30 മണിയോടെ ഏലിയാസും അച്ചകുഞ്ഞും റൗഡികളെ പോലെ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവർ എൽസമ്മയെ കട്ടിലോടെ തന്നെ പൊക്കിയെടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയി. സിറ്റൗട്ടിൽ നിന്നും എടുത്തു കിടത്തുവാൻ പാകത്തിൽ ആംബുലൻസ് തിരിച്ചിട്ടു. അപ്പോഴേക്കും ഒരു ജീപ്പ് വന്ന് ഗേറ്റ് പാതി കടന്നു നിന്നു. ആദ്യം ബബിത ജീപ്പിൽ നിന്നും ഇറങ്ങി, പിന്നാലെ സ്റ്റാൻലിയും. സ്റ്റാൻലിയെ കണ്ടതോടെ റീത്താമ്മയും ആങ്ങളമാരും ജാഗരൂകരായി. റീത്താമ്മ ഏലിയാസിനോട് അടക്കം പറയുകയാണ്, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അവൾ ഫോൺ ചെയ്തു വരുത്തിയിരിക്കുക. ഒരു കുശുകുശുപ്പ് ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ കാറ്റെന്ന പോലെ ബന്ധുജനങ്ങൾക്കിടയിൽ കൂടി കടന്നുപോയി. അവർ വളരെ വേഗം എൽസമ്മയെ എടുത്ത് ആംബുലൻസിലെ സ്ട്രെച്ചറിൽ കിടത്തി. ഡോറുകൾ അടച്ചു. അപ്പോഴേക്കും സ്റ്റാൻലി ആംബുലൻസിന്റെ മുൻപിലേക്ക് നടന്നു വന്നു. അയാൾ എന്ത് തടസ്സമുണ്ടാക്കിയാലും അതിനെ നേരിടാൻ ഉറച്ച് റീത്താമ്മയും ബന്ധുക്കളും തയ്യാറെടുപ്പോടെ നിൽക്കുകയാണ്. തനിക്കെതിരെ അണിനിരന്നു നിൽക്കുന്ന ശത്രുസേനാംഗങ്ങളെ സ്റ്റാൻലി ഒന്ന് നോക്കി. അച്ചൻകുഞ്ഞ്, ഏലിയാസ്, സാമുവൽ, മൈക്കിൾ, സേവിച്ചൻ, പിന്നെ സ്റ്റാൻലിക്ക് പേരറിയാത്ത കേവലം മുഖപരിചയം മാത്രമുള്ള മറ്റു ചിലരും, കുറെ അപരിചിതരും. വേണ്ടി വന്നാൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി തന്നെയാണ് അവരുടെ നിൽപ്പ്. സ്റ്റാൻലി ആംബുലൻസിന്റെ ഡ്രൈവറോട് സംസാരിച്ചു. ഞാനൊരു റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലാണ്. പേര് സ്റ്റാൻലി ജോസഫ്. എൻ്റെ ഭാര്യയാണ് നീ ചില സാമൂഹിക വിരുദ്ധരുടെ സഹായത്തോടെ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുന്നത്. അത്രയും കേട്ടപ്പോഴേക്കും ഡ്രൈവർ വിരണ്ടുപോയി. അയാൾ പറയുകയാണ്, വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അഡ്വാൻസും തന്നു. ഒരു രോഗിയെ കൊണ്ടുപോകണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എനിക്ക് വേറൊന്നും അറിയില്ല. അപ്പോഴേക്കും അച്ചൻകുഞ്ഞ് കടുത്ത സ്വരത്തിൽ ഡ്രൈവറോട് പറയുകയാണ്, അയാൾ അങ്ങനൊക്കെ പറയും. താൻ കൊണ്ടുപോയിക്കോ. ഞങ്ങളെല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. വണ്ടി എടുക്കണോ. സ്റ്റാൻലി വാനിന്റെ മുൻപിൽ നിന്ന് മാറി. എന്നിട്ട് പറയുകയാണ്, ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ താൻ കൊണ്ടുപോയിക്കൂ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴെത്തും. ഡ്രൈവർ വല്ലാതെ പരിഭ്രാന്തനായി. അയാൾ വാനിൽ നിന്നും താഴെ ഇറങ്ങി.
ഉടനെ ഏലിയാസ് ചോദിക്കുകയാണ്, താൻ എന്തിനാണോ ഇറങ്ങിയത്? വണ്ടി എടുക്കടോ. ഉടനെ ആംബുലൻസിന്റെ ഡ്രൈവർ ഏലിയാസിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്ത്, അത് കഴിഞ്ഞിട്ടേ വണ്ടി വിടുന്നുള്ളൂ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പോലീസ് ജീപ്പ് വന്നുയർന്നു. ജീപ്പ് ഗേറ്റിന് വെളിയിൽ നിർത്തി എസ് ഐയും 2 കോൺസ്റ്റബിൾമാരും ഇറങ്ങി വന്നു. എന്താ എന്താ ഇവിടെ ആൾക്കൂട്ടം? എസ് ഐയുടെ ചോദ്യം കേട്ട് എല്ലാവരും മൗനമായി നിൽക്കുകയാണ്. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു നിന്നു. കൂടി നിൽക്കുന്ന റീത്താമ്മയുടെയും ആങ്ങളമാരുടെയും അരികിലേക്ക് എസ് ഐ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ആരാണ്? എന്താ പ്രശ്നം? ചോദിച്ചു കേട്ടില്ലേ? ഉടനെ ഏലിയാസ് പറയുകയാണ്, സർ, ഞങ്ങളുടെ സഹോദരി സുഖമില്ലാത്ത കിടപ്പിലാണ്. അവളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വിളിച്ചു വരുത്തിയപ്പോൾ ഈ നിൽക്കുന്നയാൾ സമ്മതിക്കുന്നില്ല. അയാൾ വന്നിട്ട് ആംബുലൻസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയാണ്. അതെന്താണ് അങ്ങനെ? നിങ്ങളുടെ സഹോദരിയുടെ ആരാണ് അദ്ദേഹം? ഏലിയാസും റീത്താമ്മയും പരസ്പരം ഒന്ന് നോക്കി. ഉടനെ എസ് ഐ റീത്താമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിനു മുൻപ് ഒരു കള്ളക്കേസുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണല്ലോ. നിങ്ങളുടെ കാറ് മിസ്റ്റർ സ്റ്റാൻലി ഇടിച്ച് തകർത്തു എന്നും പറഞ്ഞ്. പക്ഷെ ആ കാറ് നിങ്ങളുടേതായിരുന്നില്ല അല്ലേ? എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് സത്യസന്ധമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ ആ ഗേറ്റിന്റെ മുൻപിൽ കുനിച്ചു നിർത്തി ഞാൻ ഇടിക്കും. ഉടനെ റീത്തമ്മ വളരെ ദുർബലമായ ശബ്ദത്തിൽ പറയുകയാണ്, എൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡാണ് സാർ. ഓഹോ, ഭർത്താവാണ് പറയുന്നത് അയാളുടെ അനുവാദമില്ലാതെ ഭാര്യയെ കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ഭയങ്കരമായ അപരാധം തന്നെ. ആട്ടെ, ഈ വീട് ആരുടേതാണ്? ആരും ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് എസ് ഐ ഷൂ ഇട്ട കാല് നിലത്താഞ്ഞു ചവിട്ടിക്കൊണ്ട് ഏലിയാസിന്റെ നേർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിന്റെയൊക്കെ അണ്ണാക്കിൽ എന്താണ്, പഴമാണോ റാസ്കൽ? ഉടനെ റീത്താമ്മ തെല്ല് പരിഭ്രമത്തോടെ പറയുകയാണ്, എൻ്റെ അനുജത്തിയുടെ വീടാണ് സാർ. ഞങ്ങളാണ് അവളുടെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അനുജത്തിയുടെയും മക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണോ? അതെ. എത്ര കാലമായി? 10-12 വർഷമായി. നിങ്ങളാണോ അനുജത്തിക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നത്? റീത്താമ്മ മറുപടി പറയാൻ ഒന്നറച്ചു. ഞങ്ങളുടെയും കൂടെ സഹായം കൊണ്ടാണ് സാർ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. സ്റ്റാൻലി പണം ചെലവാക്കുന്നുണ്ടായിരിക്കും, പക്ഷേ മതി. നിങ്ങളുടെ വീട് ഏതാണ്? റീത്താമ്മ തൻ്റെ വീടിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. അപ്പോൾ എസ് ഐ പറയുകയാണ്, അതിൻ്റെ വരാന്തയിലോട്ട് കയറിയിട്ട് മര്യാദയ്ക്ക് കൈയും കെട്ടിയിരിക്കുക. മനസ്സിലായോ? ഭാര്യയുടെ കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കാനുള്ള അധികാരം ഭർത്താവിനാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും അതിന് മാറ്റം വരില്ല. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെതിരെ പരാതിപ്പെടണം. നിങ്ങളുടെ അനുജത്തിക്ക് പരാതി വല്ലതുണ്ടോ? അവൾക്ക് സംസാരിക്കാൻ വയ്യ സാർ, തളർന്നു കിടക്കുകയാണ്. സംസാരിക്കാൻ പോലും വയ്യാതെ തളർന്നു കിടക്കുന്നയാളെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഹോസ്പിറ്റലിലേക്കോ? ഒരു വൃദ്ധസദനത്തിലേക്കാണ്. അവിടെ അവളെ വേണ്ടതുപോലെ നോക്കാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൊള്ളാം. വയ്യാതെ കിടക്കുന്ന നിങ്ങളുടെ അനുജത്തിയെ നിങ്ങൾ ബന്ധുക്കളും സ്വന്തക്കാരും ചേർന്നല്ലേ നോക്കേണ്ടത്? അതോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളി ഭാരം ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? അത് മര്യാദയാണോ? ഞങ്ങൾക്ക് കുടുംബവും മക്കളും ഒക്കെ ഉണ്ട് സാർ. അവരുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം തികയുന്നില്ല. ഇവിടുത്തെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. നിങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവ് ഒരു പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചു തന്നില്ലേ അവരെ ശുശ്രൂഷിക്കാൻ? അത്രയും കേട്ടപ്പോഴേക്കും റീത്താമ്മയുടെ ഭാവം അങ്ങ് മാറി. അവർ വീറോടെ പറയുക, ഇന്നലെ ഒരുത്തി വന്നു. ഇതുവരെ ആരും ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല സാറേ. അവളാണെങ്കിൽ അഹങ്കാരത്തിന് കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നവൾ. എൻ്റെ അനുജത്തിയെ നോക്കാനല്ല, ഞങ്ങളെയെല്ലാം ഭരിക്കാൻ വേണ്ടിയാ അവളുടെ വരവ്. എന്തു വിശ്വസിച്ചാ അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത്? അവൾ എത്ര നാൾ നോക്കും? സ്റ്റാൻലിക്ക് കല്യാണത്തിന് മുമ്പ് ഏതോ വൃത്തികെട്ട സ്ത്രീയിൽ പിഴച്ചുണ്ടായ പെണ്ണ അവള്. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. നാണോ മാനോ ഉള്ളവർ തന്നെയാ സാറേ. ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു പിഴച്ച പെണ്ണിനെ ഈ കുടുംബത്തിൽ കയറ്റി താമസിപ്പിക്കാൻ അല്പം കുറച്ചിലുള്ളത് കൊണ്ട് തന്നെയാണ് പറ്റില്ലെന്ന് പറഞ്ഞേ. ഇവിടുത്തെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണ്ടേ? അപ്പോൾ എസ് ഐ, നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് അവൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഇല്ല. ആട്ടെ, നിങ്ങളുടെ അനുജത്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അവരുടെ രോഗശുശ്രൂഷ ഒരു വീഴ്ചയും കൂടാതെ നടത്തിക്കൊള്ളാമെന്നും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊള്ളാമെന്നും അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന വ്യവഹാരങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നുകൊള്ളാമെന്നും എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൂ. ഉടനെ റീത്താമ്മ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ആ സ്ത്രീയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കാൻ? ആരും മിണ്ടുന്നില്ല. ഒരുത്തനുമില്ല അല്ലേ? എന്തായാലും അദ്ദേഹം ഭാര്യയെ ശുശ്രൂഷിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അതും സ്വന്തം മകളെ തന്നെ. അത് മറികടന്ന് ആ സ്ത്രീയെ വൃദ്ധസദനത്തിൽ എത്തിക്കണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധം? റീത്താമ്മ വീണ്ടും സംസാരിക്കുകയാണ്. സാറേ, അവൾ ശുശ്രൂഷിക്കാൻ വന്നത് ഇന്നലെയാ. ഞങ്ങളിത് അതിനു മുൻപേ ഏർപ്പാട് ചെയ്തതാ. വൃദ്ധസദനത്തിൽ അഡ്വാൻസും കൊടുത്തു. അഡ്വാൻസ് തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ അതങ്ങ് പോട്ടെന്ന് വെക്കണം. നിങ്ങളുടെ സഹോദരിയെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തോ വലിയ നഷ്ടം സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങളുടെ ഈ സംസാരം കേട്ടാൽ. റീത്താമ്മ നീരസത്തോടെ പറയുക, അങ്ങനെയൊന്നും ഇവിടെ ആരും ഉദ്ദേശിച്ചിട്ടില്ല സാറേ. എങ്കിൽ പിന്നെ എന്തോന്ന്? വൃദ്ധസദനം നടത്തുന്നവര് നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യുമോ?
നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുവോ? അതിന് ഉത്തരമില്ല. ആട്ടെ, എവിടെയാ നിങ്ങളുടെ അനുജത്തി? ആംബുലൻസിൽ കയറ്റി സാറേ. ഓഹോ, ഇനി വണ്ടി വിട്ടാ മതി അല്ലേ? തുറക്കണോ അങ്ങോട്ട്? എസ് ഐയുടെ ആജ്ഞ കേട്ടുകൊണ്ട് ഡ്രൈവർ പെട്ടെന്ന് ഓടിച്ചെന്ന് ആംബുലൻസിന്റെ പിൻഭാഗം തുറന്നു. ആ, അവരെ ഇങ്ങോട്ട് ഇറക്ക്. ആരുമില്ലേ? അകത്തോട്ട് കയറ്റിയവരൊക്കെ എവിടെ പോയി? ഏലിയാസും മൈക്കിളും കൂടി ആംബുലൻസിൽ കയറി സ്ട്രെച്ചർ പിടിച്ച് താഴെയിറക്കി. എസ് ഐ അടുത്തു വന്ന് എൽസമ്മയെ ഒന്ന് നോക്കി. ഇവരുടെ മക്കളൊക്കെ എവിടെ? എസ് ഐ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നവരെ നോക്കി. ആരുമില്ലേ? സാമുവൽ ടാനിയയെയും ടോജോയെയും ടെൽസയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇവർ 3 പേരുമാണ് സാർ മക്കൾ. ഇത്രയും മുതിർന്ന മക്കൾ ഉണ്ടായിട്ടാണോ അവരുടെ അമ്മയെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത്? നിങ്ങളൊക്കെ അല്ലേ പിള്ളേരെ നിങ്ങളുടെ അമ്മയെ പരിചരിക്കേണ്ടത്? അതോ ഇനി നിങ്ങളുടെ സമ്മതത്തോടും കൂടിയാണോ അമ്മയെ സദനത്തിലേക്ക് അയക്കുന്നത്? 3 പേരും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങളെ 3 പേരെയും വളർത്തി ഇത്രയെങ്കിലും എത്തിച്ച സ്ത്രീയല്ലേ ഈ കിടക്കുന്നത്? അതിനും മറുപടിയില്ല. തുടർന്ന് എസ് ഐ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്. ഈ സ്ത്രീയെ നോക്കാൻ വന്നെന്ന് പറയുന്ന പെൺകുട്ടി എവിടെ? സിറ്റ് ഔട്ടിലുണ്ടായിരുന്ന അലീന മുൻപോട്ട് നീങ്ങി നിന്നു. എസ് ഐ അലീനയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്. എന്താ കുട്ടിയുടെ പേര്? അലീന. ഈ സ്ത്രീയുടെ മകളല്ലല്ലോ? ആണോ? അല്ല സാർ. ഈ സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അടുപ്പമോ ബന്ധമോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല സാർ. പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ ശുശ്രൂഷിക്കാമെന്ന് തീരുമാനിച്ചത്? ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചയച്ചതാണോ? അല്ല സാറേ, ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവരുടെ അവസ്ഥ വലിയ കഷ്ടത്തിലായിരുന്നു. ആരും നോക്കാനില്ല. ദേഹം തുടയ്ക്കാനോ കുളിപ്പിക്കാനോ കിടക്ക വൃത്തിയാക്കാനോ ഒന്നും ആരുമില്ല. അങ്ങേയറ്റം വൃത്തികെട്ട ഒരവസ്ഥയിലായിരുന്നു. ഞാൻ ചെന്ന് പപ്പയോട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് ആരും ഇല്ലാതെയായി പോകുമെന്ന് പറഞ്ഞു. പപ്പയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും കണ്ട് സംസാരിച്ചു. ഇതുവരെയും അവരെ നല്ലതുപോലെ ശുശ്രൂഷിക്കാത്തതിന് എന്നെ കുറേ വഴക്കും പറഞ്ഞു. 24 മണിക്കൂറും കെയർ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞാനതെല്ലാം ഈ ചേച്ചിയോട് പറഞ്ഞു, ആങ്ങളമാരോടും പറഞ്ഞു നോക്കി. പക്ഷേ അവർക്കൊരേ വാശി. അലീന പറഞ്ഞു നിർത്തിയപ്പോൾ എസ് ഐ റീത്താമ്മയുടെയും ബന്ധുജനങ്ങളുടെയും നേർക്ക് നോക്കി. ഇങ്ങനെ ഒരാൾ ഈ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ വൃദ്ധസദനത്തിലേക്ക് അവരെ കെട്ടിയെടുക്കാൻ തയ്യാറാവുന്നത്? അപ്പോൾ അച്ചൻകുഞ്ഞ്, അവളുടെ സേവനം ഇവിടെ ആവശ്യമില്ല സാറേ, അതുകൊണ്ടാണ് പറഞ്ഞത്. നായിന്റെ മോനെ, അത് നീയാണോടാ തീരുമാനിക്കുന്നത്? അച്ചൻകുഞ്ഞിന്റെ നേരെ ചീറിക്കൊണ്ട് എസ് ഐ അടുക്കുന്നത് റീത്താമ്മ കണ്ട് നടുക്കത്തോടെ നിന്നുപോയി. പെട്ടെന്ന് അച്ചൻകുഞ്ഞ് ചെറുത്തു നിന്നുകൊണ്ട് പറയുകയാണ്. സാർ അങ്ങനെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാനും കുറെ പോലീസുകാരെയും എസ് ഐ ഏമാന്മാരെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. എസ് ഐ ഒരൊറ്റ കുതിപ്പിന് അച്ചൻകുഞ്ഞിന്റെ കോളറിൽ കയറി പിടുത്തമിട്ടു. തുടർന്ന് കടുവ ഇരയെ കടിച്ചു കുടയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 ഒലച്ചിലൊലച്ചു. ഇനി ഈ വീടിന്റെ പരിസരത്ത് നിന്നെ കാണരുത്. കണ്ടാൽ പിന്നെ ഞാൻ എടുക്കുന്ന കേസിൽ നിന്ന് തലയൂരണമെങ്കിൽ നിനക്ക് 5-6 കൊല്ലം നടക്കേണ്ടി വരും പൊന്നുമോനെ. പെട്ടെന്ന് ആളുകൾ ഓരോരുത്തരായി രംഗത്ത് നിന്ന് പിൻവാങ്ങി തുടങ്ങി. ഈ സ്ത്രീയുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് ഇവരുടെ ഭർത്താവും മക്കളും കൂടി തീരുമാനിച്ചോളും. നിങ്ങളുടെ സേവനം ആവശ്യമുള്ളപ്പോൾ അവർ വിളിക്കും, അപ്പോൾ വന്നാൽ മതി. പെട്ടെന്ന് അച്ചൻകുഞ്ഞ് പിറുപിറുക്കുക. ഞങ്ങളുടെ പട്ടി വരും. ഇവിടെ വാടൂ. എസ് ഐ വീണ്ടും ആജ്ഞാപിക്കുകയാണ്. ഈ സ്ത്രീയെ ആരൊക്കെയാണോ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അവർ തന്നെ തിരിച്ച് മുറിയിൽ എത്തിച്ചിട്ട് പോയാൽ മതി. അച്ചൻകുഞ്ഞിനെ ഒഴിവാക്കി മൈക്കിളും ഏലിയാസും സാമുവലും കൂടി എൽസമ്മയെ എടുത്ത് കട്ടിലിൽ തിരികെ കിടത്തി. അതിനുശേഷം കട്ടിലെടുത്തു കൊണ്ടുപോയി പെരക്കകത്തിട്ടു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ എസ് ഐ റീത്താമ്മയോട് താക്കീതിന്റെ ഭാഷയിൽ പറയുകയാണ്. ഇനി നിങ്ങളുടെ പേരിൽ ഒരു പരാതി അവിടെ കിട്ടിയേക്കരുത്. ഇത് 2ാമത്തെ തവണയാണ്. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഞാനൊരു മുന്നറിയിപ്പ് തന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? റീത്താമ്മ തലയാട്ടി. ആ, അപ്പോൾ വിളിച്ചുകൂട്ടിയ കുടുംബയോഗം പിരിച്ചുവിട്ടിട്ട് എല്ലാവരും പോകാൻ നോക്ക്. റീത്താമ്മയും ആങ്ങളമാരും ബന്ധുവൃന്ദവും റീത്താമ്മയുടെ വീട്ടിലേക്ക് പോയി. എസ് ഐ അലീനയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. നീ ആ സ്ത്രീക്ക് സുഖമാകുന്നത് വരെ ഇവിടെ നിൽക്കുവോ? അതോ 2 ദിവസം കഴിയുമ്പോൾ ഇട്ടിട്ടങ്ങ് പോവുമോ? ഇവിടെ ഉണ്ടാവും സാർ. എസ് ഐ ആംബുലൻസ് ഡ്രൈവറെ നോക്കി. താനെന്താ നിൽക്കുന്നത്? പൊയ്ക്കൂടെ? സാർ പൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല സാറേ. അവർ വണ്ടി ബുക്ക് ചെയ്തു. അവർ പറഞ്ഞതുപോലെ ഞാൻ രാവിലെ വണ്ടിയുമായി വന്നു. ബാക്കിയൊന്നും എനിക്കറിയില്ല. ആ ശരി, താനും പൊയ്ക്കോ. ആംബുലൻസ് ഡ്രൈവർ തല നമിച്ച് പിൻവാങ്ങി. എസ് ഐ സ്റ്റാൻലിയുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് പറയുകയാണ്. ഇനി പ്രോബ്ലം ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം എന്നെ അറിയിച്ചാൽ മതി. സ്റ്റാൻലി അയാൾക്ക് നന്ദി പറഞ്ഞു. എസ് ഐയും പോലീസുകാരും ജീപ്പിൽ കയറി തിരിച്ചുപോയി. സ്റ്റാൻലി കുറേ സമയം പിന്നെയും ആ വീട്ടിൽ ചെലവഴിച്ചു. കുട്ടികളോട് അല്പനേരം സംസാരിച്ചു. അവരേതൊക്കെ ക്ലാസ്സുകളിൽ ഏതെല്ലാം വിഷയങ്ങളിൽ പഠിക്കുന്നുവെന്നോ അവരുടെ പരീക്ഷകളെക്കുറിച്ചോ ഒന്നും അയാൾക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. 1-2 ദിവസത്തിനുള്ളിൽ മറന്നുപോകുമെന്നറിയാമെങ്കിലും അയാൾ ഇപ്പോൾ അതേപ്പറ്റിയെല്ലാം അവരോട് ചോദിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഒട്ടൊരു സംശയത്തോടെയാണ് അയാളെ വീക്ഷിക്കുന്നതും അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും. അവരുടെ അമ്മയും റീത്താമ്മയും അമ്മാവന്മാരും നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്തും ചെളിവാരി എറിഞ്ഞും അപമാനിച്ചും കാർക്കിച്ചു തുപ്പിയും വികൃതമാക്കിയൊരു വിഗ്രഹമായിരുന്നു കുട്ടികളുടെ കണ്ണിൽ അവരുടെ പപ്പ.
അതിനാൽ സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ ചെറിയൊരു ഉറവ പോലും അവരുടെ മനസ്സിൽ കിനിഞ്ഞില്ല. ഭീമാകാരന്മാരായ വേട്ട നായ്ക്കൾക്കൊപ്പം കഴിയുന്ന നായാട്ടുകാരനോടുള്ള ഒരു ഉൾഭയം മാത്രമേ അവരുടെ ഉള്ളിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.